ഹലോ ഗേസ്, ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ്. ഈ ഒരു ചാനലായിരിക്കും ഇനി ഗെയിമിംഗ് ആൻഡ് ഇ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ന്യൂസുകളും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ജൂനിയർ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ ഇ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി കണ്ടന്റുകളും കാര്യങ്ങളും അവിടെയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇ സ്പോർട്സ് റിലേറ്റഡ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ ഇവന്റ് അവസാനിച്ചു. ഇനി തേർഡ് പാർട്ടി ഇവന്റുകളാണ് വരാനിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ഇ സ്പോർട്സ് ക്ലബ്ബ് കണ്ടക്ട് ചെയ്യുന്ന 10 ലക്ഷം രൂപയുടെ ഒരു BGMI ടൂർണമെന്റ് വരുന്നുണ്ട്. അതിൽ ഓപ്പൺ ക്വാളിഫയേഴ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2-ാം തീയതി മുതൽ ക്ലോസ്ഡ് ക്വാളിഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അവിടെ 24 ഇൻവൈറ്റഡ് ടീംസുകളും 40 ക്വാളിഫൈഡ് ടീംസുകളാണ് മത്സരിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഇൻവൈറ്റഡ് ടീംസുകളാണ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഒരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ വേഴ്സസ് ഇന്റർനാഷണൽ ഇവന്റ് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാദ്യാർ അടക്കമുള്ളവർ അത് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ വേഴ്സസ് ഒരു ഇന്റർനാഷണൽ ടീം നമ്മൾ ഇന്ത്യയിൽ വെച്ചിട്ട് ഒരു ഇവന്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ BMPS ടോപ്പ് ടീമുകളായിരിക്കും അതിൽ മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സോള് ഈ ഒരു ഇവന്റിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് വലിയൊരു ബാഡ് ന്യൂസ് ആയിട്ട് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അതിന്റെ കൂടുതൽ ഇൻഫോ നമ്മൾ വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്ന് ഒരു BGMI LAN ഇവന്റ് നടക്കുന്നത്. നമ്മളെ സ്കൈ സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന ക്യാമ്പസ് ലീഗ് നമ്മളെ ഇന്ന് ചെന്നൈയിൽ വെച്ചിട്ട് LAN ഇവന്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ക്യാമ്പസിൽ പഠിക്കുന്ന ആളുകളെ മാത്രമാണ് ഈ ഒരു ഇവന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫൈനൽസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിൽ നമ്മളെ മല്ലു ഓർഗയുള്ള സൈ ഒഫീഷ്യൽസും കളിക്കുന്നുണ്ട്. പ്ലേയേഴ്സ് നോർത്ത് ഇന്ത്യൻ ആണ്, പക്ഷെ ഓർഗ് നമ്മളെ മലയാളി ഓർഗ് തന്നെയാണ്. ഈ ഒരു ഇവന്റ് കാണാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ജോനതനും ജെല്ലിയും അടക്കമുള്ളവർ ഈ ഒരു LAN ഇവന്റിൽ ഉണ്ടാവുന്നതായിരിക്കും. നമുക്ക് നോക്കാം ക്യാമ്പസ് ലെവലിൽ ഏത് ടീമുകളായിരിക്കും അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോകുന്നതെന്ന്. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ BMPS ഇഗ്നൈറ്റ് ഗെയിമിങ്ങിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാക്കിയുള്ള റൗണ്ടുകളിലൊക്കെ അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് പക്ഷെ LAN ഇവന്റിൽ മൂഞ്ചിപ്പോയ ഒരു ടീമായിരുന്നു. ഇപ്പൊ ക്രാഫ്റ്റിന്റെ ഭാഗത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു പ്ലേയേഴ്സിന് ഫുള്ളി പെർമനന്റ്ലി ബാൻ കിട്ടിയിരിക്കുകയാണ് ഇ സ്പോർട്സ് ടൂർണമെന്റുകളിൽ നിന്ന്. ഇനി ഈ ഒരു പ്ലേയേഴ്സിന് ടൂർണമെന്റോ കാര്യങ്ങളൊന്നും കളിക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഒഫീഷ്യലി ഇവരിത് എവിടെയും അനൗൺസ് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ ക്രാഫ്റ്റൻ ത്രൂ ഈ ഒരു ഇൻഫർമേഷൻ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അവർ കറക്റ്റ് ഫോളോ ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. കാരണം ഈ ഒരു ടീമിന് ഈ ഒരു പ്ലേയേഴ്സിനും ഇതിന് മുന്നും ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഈ ഒരു പേരും കാര്യങ്ങളൊക്കെ മാറ്റി ഒഫീഷ്യൽ ഇവരിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അത് ഒഫീഷ്യൽസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും ഇവർ പേര് മാറ്റിയിട്ട് വരുന്നതായിരിക്കും. അതെന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ ലിയോ വൈറ്റി ഈ ഒരു ഇഗ്നൈറ്റ് ഗെയിമിങ്ങിലെ പ്ലെയർ ആയുള്ള ലിയോ വൈറ്റിയും 8-bit ജ്യൂസിക്ക് എതിരെ ഒരു ടീം അപ്പ് അലിഗേഷനുമായിട്ട് ഇൻസ്റ്റയിൽ കാര്യങ്ങളൊക്കെ സ്റ്റോറി ഇട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ലിയോ വൈറ്റി ആയിരുന്നു ആദ്യം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മളെ 8-bit ജ്യൂസിയുടെ ചാറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിരുന്നു ആ ഒരു സ്റ്റോറിയിൽ ഉണ്ടായിരുന്നത്. ലിയോ വൈറ്റി ഇട്ട ആ ഒരു ഇൻസ്റ്റാ സ്റ്റോറിയിൽ നമുക്ക് ജ്യൂസിയുടെ ചാറ്റ് കാണാനായിട്ട് സാധിക്കും. ജ്യൂസി കറക്റ്റ് ലിയോ വൈറ്റിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഡ്രോപ്പ് എവിടെയാണ്, ഞങ്ങൾക്ക് ഹീൽ ബാക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു ആ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് ജ്യൂസിയുടെ ഭാഗത്തു നിന്ന് ബാക്കിയുള്ള സ്ക്രീൻഷോട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിൽ പറയുന്നത് ലിയോ ആയിട്ട് കറക്റ്റ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കില്ല് തരാം, നിങ്ങൾക്ക് ക്വാളിഫൈ ആവാൻ ഇത്ര പോയിന്റ് വേണ്ടേ, ഞങ്ങൾ നിങ്ങൾക്ക് കില്ല് തരാം, നിങ്ങൾ ക്വാളിഫൈ ആയിക്കോ എന്നുള്ള രീതിയിലായിരുന്നു ലിയോ ആയിട്ട് ആ ഒരു ചാറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ജ്യൂസി പറയുന്നു അല്ല എനിക്ക് കില്ലോ കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങളുടെ ഡ്രോപ്പാണ് എനിക്ക് വേണ്ടത്. ആ ഒരു രീതിയിലായിരുന്നു ജ്യൂസി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പൊതുവെ T1 ടോപ്പ് ഇവന്റുകളിലൊക്കെ എല്ലാ IGLമാരും ബാക്കിയുള്ള ടീമുകളോട് അവരുടെ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കും. കാരണം ആ ഒരു ഗൺ ഫൈറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് അവിടെ ജ്യൂസി ചോദിച്ചത്. അല്ലാതെ ഇവിടെ ഒരു ടീം അപ്പ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. ആൻഡ് ഇത് ലിയോ ആയിട്ട് വീണ്ടും ഒരുപാട് സ്റ്റോറികളും ഡെസ്ട്രോയും റോബിനും ഒക്കെ ടാഗ് ചെയ്തിട്ട് വീണ്ടും ഒരുപാട് സ്റ്റോറികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ജ്യൂസിക്കും ഈ ഒരു ടീം ഹാക്കറാണ്, ലിയോ ആയിട്ട് ഹാക്കറാണ് മുന്നേ അറിയാം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് സ്റ്റോറികൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അന്ന് ജ്യൂസ് ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വൺ ക്വസ്റ്റ്യൻ ആണ്. കാരണം കഴിഞ്ഞ BMPS ഈ ഒരു 8-bit അതേപോലെ CS കൊളാബ് ചെയ്തിട്ടുള്ള ഒരു ലൈനപ്പ് ആയിരുന്നു BMPS ഉണ്ടായിരുന്നത്. ആ ഒരു സ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാക്കിംഗ് ഉള്ള ആൾക്കാരെയും കൂടെ പിടിച്ചു എന്നുള്ളത് ജ്യൂസിക്കെതിരെയുള്ള ഒരു ഇതാണ്. അത് ജ്യൂസിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആയിട്ടും എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിന്റെയും ഡീറ്റെയിൽസ് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ലൈനപ്പ് ചേഞ്ചുകളാണ്. നമ്മൾ ഒഫീഷ്യൽ ഇവന്റ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ വൺ ചേഞ്ചുകൾ വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പൊ ഓട്ടോബോട്സിൽ റീക്കോയും ബിയർഡ് ബാബയും അവർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവര് ഏത് ടീമിലേക്കാവും പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു ലൈനപ്പ് റിലീസ് എന്ന് പറയുന്നത് നമ്മളെ ഇൻസൈനിൽ കളിക്കുന്ന നമ്മളെ മലയാളി പ്ലേയേഴ്സിനെയും അവർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇൻസൈൻ സ്പോർട്സ് നമ്മളെ ഈ ഒരു പ്ലേയേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവർ ഏത് ടീമിലേക്കാണ് പോകുന്നത് എന്നാണ് നമുക്ക് നോക്കാനിരിക്കുന്നത്. അതിന്റെ അപ്ഡേറ്റ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. എല്ലാം അടിപൊളിയായി കഴിഞ്ഞാൽ ഈ ഒരു പ്ലേയേഴ്സ് നല്ലൊരു ഓർഗ തന്നെ എത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും.
അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ മോർട്ടലും പായൽ ഗെയിമിങ്ങും വീണ്ടും ഒരു ഗെയിമിംഗ് അവാർഡ് വിജയിച്ചിരിക്കുകയാണ്. നവഭാരത് ഗെയിമിംഗ് എക്സലൻസ് അവാർഡ് 2024 മെയിൽ കാറ്റഗറിയിൽ മോർട്ടലും ഫീമെയിൽ കാറ്റഗറിയിൽ പായലുമാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ അപ്പോൾ കമന്റ് രേഖപ്പെടുത്താൻ. ബൈ ഗൈസ്.